ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സ് നിങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി മൂവ് ഓൺ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസാണ്. ഈ വീഡിയോയുടെ ടൈറ്റിൽ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ആ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഓക്കെ, ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും എല്ലാ സോഷ്യൽ മീഡിയ ആപ്സുകളിലും കോളും എല്ലാം ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആപ്പുകളിൽ അൺഫോളോ ചെയ്യുക. നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺഫോളോ ചെയ്യുക. നിങ്ങളുടെ സ്റ്റോറീസ് കാര്യങ്ങളൊന്നും അവർ നോക്കാതിരിക്കുക. സ്റ്റോറീസ് ആവട്ടെ ഫോട്ടോസ് ആവട്ടെ ഒന്നും നോക്കുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സൈൻസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായിട്ടും മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളോട് പറയുകയാണ്, നീ മൂവ് ഓൺ ആയിക്കോ, നീ വേറൊരാളെ നോക്ക് എന്നൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു, ആ വ്യക്തിക്ക് മൂവ് ഓൺ ആവാൻ തയ്യാറാണ്, നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് അത്രയും ബോൾഡ് ആയതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളോട് അത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക അല്ലെങ്കിൽ നീ വേറൊരാളെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഓപ്പണായിട്ട് പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. അത് അവരുടെ ആ ഒരു മൂവ് ഓൺ സ്റ്റേജിൻ്റെ പ്രധാനപ്പെട്ട സൈനാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു സൈൻ എന്ന് പറയുന്നത് ആ വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മീറ്റ് ചെയ്യുമ്പോഴും കോൾ ചെയ്യുമ്പോഴൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു ഫ്രണ്ട്ലി ടോക്കാണ്, അല്ലാതെ ഒരു ലവ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. കാണുന്ന സമയത്ത് മൈൻഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ പഴയ ആ ഒരു ഇമോഷൻ, ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അത് കോളിലാണെങ്കിലും നേരിട്ട് കാണുമ്പോഴാണെങ്കിലും. അപ്പോൾ അവർ മൂവ് ഓൺ ആയി മാനസികമായിട്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ മൂവ് ഓൺ ആവാൻ പോകുന്നു അല്ലെങ്കിൽ പോയി 100% പോയി എന്നുള്ളതൊക്കെ ഉറപ്പിക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസാണ് ഞാൻ പറഞ്ഞത്, 3 സൈൻസ്. അപ്പോൾ ഈ സൈൻസൊക്കെ കണ്ടതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചതെങ്കിൽ ഇനിയും അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവരെ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഞങ്ങളുടെ ടീമും നിങ്ങളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ കൂടെ തന്നെ ജീവിക്കാനും ഒരു ലൈഫ് ഷെയർ ചെയ്യാനുമായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സുണ്ട്. ഒരു 21 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ, എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതിന് വളരെ ചെറിയൊരു ഫീസ് മാത്രമേ വരുന്നുള്ളൂ. മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ടതുകൊണ്ട് ഭയപ്പെടേണ്ട. ഈ 3 സൈൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനും പഴയ പോലെ ആ വ്യക്തിയുമായിട്ടൊരു ജീവിതം നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാനും സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കതിനുള്ള പരിഹാരമുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പർ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ വീഡിയോസ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.